അധ്യാപകലോകം എൻ്റർ ചെയ്യണതിന് നമുക്ക് 3 തരത്തിലുള്ള ലോഗിൻ ആവശ്യമുണ്ട്. ഒന്ന് നമുക്ക് സബ് ജില്ലയുടെ ലോഗിൻ, അതിനുശേഷം നമ്മുടെ ബ്രാഞ്ചിൻ്റെ ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിറ്റുകൾക്ക് ലോഗിൻ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അധ്യാപകലോകം എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപകലോകത്തിൻ്റെ ഈ പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഈ 3 കുത്തുകളിൽ ഇവിടെ ഈ 3 വരകളിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്നുള്ള ഒരു വിൻഡോ വരും. അവിടെ നമുക്ക് സബ് ജില്ലകൾക്ക് തന്നിരിക്കുന്ന ആ യൂസർ നെയിമും admin123 എന്നുള്ള പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 കുത്തുകൾക്കകത്തായിട്ട് ഇവിടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും. ആ ബ്രാഞ്ചസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഈ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരും. ആ ബ്രാഞ്ചിൻ്റെ പേര്, അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു യൂസർ നെയിം, കോണ്ടാക്ട് പേഴ്സൻ്റെ ഒരു പേര്, ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ, ഇത്രയും കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഗിൻ ക്രിയേറ്റ് ആയിട്ട് വരും. അതിൽ പാസ്വേഡ് ഡിഫാൾട്ടായിട്ട് വരുന്നത് admin123 എന്നാണ്. ബ്രാഞ്ചിൻ്റെതും admin123 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ബ്രാഞ്ചിൽ ലോഗിൻ ചെയ്യണം. ബ്രാഞ്ചിൽ ലോഗിൻ ചെയ്യാൻ നമ്മുടെ ഈ അധ്യാപകലോകത്തിൻ്റെ പേജിൽ തന്നെ ഇപ്പോൾ ബ്രാഞ്ചിന് ഇപ്പോൾ വേണ്ടിയിട്ട് നമ്മളൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂസർ ID നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബി എന്ന് തുടങ്ങിയിട്ട് ബ്രാഞ്ചിൻ്റെ പേര്, അപ്പോൾ എന്ന് വെച്ചാൽ ബ്രാഞ്ചിൻ്റെ യൂസർ നെയിമായിട്ട് വരുമല്ലോ. അപ്പോൾ ബി എന്നുള്ള പേരിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ ബി കേരളശ്ശേരി എന്നുള്ള രീതിയിൽ, അപ്പോൾ നേരത്തെ നമ്മൾ സബ് ജില്ലാ ലോഗിനിൽ കയറിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു യൂസർ നെയിമാണ് ബി കേരളശ്ശേരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ യൂസർ നെയിമിൽ അതുപോലെ പാസ്വേഡ് admin123 എന്നും പറഞ്ഞിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തവണ കയറുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരും. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തും ഈ admin123 തന്നെ ചെയ്താലും അതെടുക്കും. അപ്പോൾ നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ ഈ 3 കുത്തുകളിൽ തന്നെ തൊട്ട് കഴിഞ്ഞിട്ട് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ആ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുത്തുകളിൽ തൊട്ട് യൂണിറ്റ്സിൽ പോയി കഴിഞ്ഞാൽ യൂണിറ്റിനും ഇതുപോലൊരു പേര്, യൂസർ നെയിം, കോണ്ടാക്ട് പേഴ്സൻ്റെ പേര്, ഇമെയിൽ. അപ്പോൾ യൂണിറ്റുകൾക്കും ഓരോ ചാർജുള്ള ഓരോ ആളുകളെ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ അസൈൻ ചെയ്യുന്ന ആളുടെ പേര്, അവരുടെ ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ, ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഓരോ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും യൂണിറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ യു തുടങ്ങിയിട്ടാവാം, ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകളുടെ പേരാണെങ്കിൽ നമ്മൾ ആ സ്കൂളുകളുടെ പേരിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, യുണീക്കായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ. അവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡിഫാൾട്ടായിട്ട് പാസ്വേഡ് admin123 എന്ന് തന്നെ വന്ന് കിടക്കും. അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ പേരും അതോടൊപ്പം admin123. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ ലോഗിനാണ്. എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് യൂണിറ്റിൻ്റെ ലോഗിനിൽ കയറിയിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. യൂണിറ്റിൻ്റെ ഇതിൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേരിൽ, ഉദാഹരണത്തിന് ഒരു ബ്രാഞ്ചിൻ്റെ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ പാസ്വേഡ് നമ്മൾ admin123 തന്നെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ വരിക. ഇതിൽ കയറി കഴിഞ്ഞാൽ admin123 ഇതിൽ ആദ്യത്തേൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തവണ കയറുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ, ഓൾഡ് പാസ്വേഡ് ന്യൂ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതും ഈ admin123 തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. മാറ്റണം എന്ന് നിർബന്ധമില്ല. അത് തന്നെ പഴയ പാസ്വേഡും പുതിയ പാസ്വേഡും ഒക്കെ അത് തന്നെ കൊടുക്കാം. അത് കൊടുത്തിട്ട് പിന്നെ ലോഗിൻ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ആ യൂസർ ID-യിൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂസർ നെയിമിലും admin123 എന്നുള്ള പാസ്വേഡിലും വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അധ്യാപകലോകത്തിൻ്റെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബട്ടൺ വരും. അവിടെ നമുക്ക് ആഡ് അഡ്രസ്സ് എന്ന് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ആളുകളുടെ ഡീറ്റെയിലുകൾ, ആഡ് അഡ്രസ്സ് എന്ന് കൊടുത്താൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പിൻകോഡ് വരും, അതുപോലെ പിൻകോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതൊക്കെയാണ് അതിൽ വരണ പോസ്റ്റ് ഓഫീസുകളെന്ന് വരും. പേര് വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കണം. അഡ്രസ്സ് വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക. അഡ്രസ് ലൈൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിലെ ആദ്യത്തെ വരി, അഡ്രസ് ലൈൻ 2 രണ്ടാമത്തെ വരി, ഇമെയിൽ ID നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം.
കോൺടാക്റ്റ് നമ്പറും അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ റിസൈഡിങ് ഡിസ്ട്രിക്റ്റ് ഇത്രയും അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തായിട്ട് യൂണിറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി റിസൈഡിങ് ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ പാലക്കാട് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തായിട്ട് ഈ ഇത് എന്താ പറയുക യൂണിറ്റ് കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. യൂണിറ്റും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ യൂണിറ്റ് തന്നെ കയറിയിട്ട് അടിച്ചതുകൊണ്ട് യൂണിറ്റ് വരുന്നില്ല. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സേവ് ചെയ്യാം. ഇനി നമ്മുടെ ബ്രാഞ്ചിൻ്റെ ലോഗിനിൽ കയറിയിട്ട് നമുക്ക് അഡ്രസ്സുകൾ എൻ്റർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൻ്റെ അതിൽ കയറിയിട്ട് നമുക്ക് യൂണിറ്റുകൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സുകൾ ബ്രാഞ്ചിൻ്റെ ലോഗിനിൽ കയറിയിട്ട് നമുക്ക് അഡ്രസ്സുകൾ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആഡ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂണിറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനും കൂടെ വരും. അപ്പോൾ യൂണിറ്റ് തലം വരെ സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ അധ്യാപക ലോകത്തിൻ്റെ എൻട്രി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇത്തവണ തെറ്റുകൂടാതെ തന്നെ എൻട്രി നടത്തിയിട്ട് ആർക്കും അധ്യാപക ലോകം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാതെ നോക്കുക.